മാധ്യമങ്ങളെ കാണുകയാണ്. ആരെന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഇതെല്ലാം അന്വേഷിച്ചിട്ട് തെറ്റാണെങ്കിൽ MLA പേരിൽ കേസെടുക്കണം. എടുത്തോട്ടേന്ന്. ഞാൻ ഒരു കേസും എനിക്കെതിരെ വരില്ല എന്ന ഉദ്ദേശമൊന്നുമല്ല ഇതിന് ഇറങ്ങിയിട്ട് തിരിച്ചിട്ടുള്ളത്. എനിക്ക് അനവധിയായ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എന്നെ കൊടുക്കാൻ ഇവർ നോക്കും, ഇവനെ കുരുക്കാൻ നോക്കും, കള്ളക്കേസുകൾ ഉണ്ടാവും. അതുകൊണ്ട് ഇത് കാണുമെന്താ എന്നെ കുറിച്ചുള്ള ആദ്യം എന്താ ചെയ്തത്? ആ പോലീസ് ഓഫീസേഴ്സിന്റെ അസോസിയേഷൻ കഴിഞ്ഞിറങ്ങിയപ്പോ പറഞ്ഞത്, നിങ്ങളോടെന്താ പറഞ്ഞത്? ചോദിക്കൂ കഴിഞ്ഞ ചോദിക്കൂ. ഒരു ADGPയുടെ പെർഫോമൻസ് ആ പോലീസ് സമ്മേളനം കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾ കണ്ടതാ? കഴിഞ്ഞു. ഞാൻ ഉത്തരം പറയാം. എന്നെ കുറിച്ച് പറഞ്ഞ എല്ലാ പരാതികളെ കുറിച്ചും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അന്വേഷിക്കാൻ ഞാൻ എഴുതി കൊടുത്തു. കഴിഞ്ഞില്ലേ? ഏതാവും സാധനം? ഏതാണ്? ഇപ്പൊ എന്താ ഇത്? ആളുകളുടെ മൈൻഡ് തിരിക്കുക. അന്ന് കേട്ടവനൊക്കെ തോന്നി, ഓ തിരക്കടില്ലല്ലോ, ഇയാളെന്നെ പറയാം എന്നെ കുറിച്ച് അന്വേഷിച്ചു. പാവം അല്ലേ? ചെറിയ ശതമാനം ആളുകൾക്ക്. ഇന്നിപ്പോ എന്താ? ഈ പറഞ്ഞതൊക്കെ അസത്യമാണെങ്കിൽ പറഞ്ഞ MLAയുടെ പേരിൽ ക്രിമിനൽ പ്രോസിക്യൂഷൻ നടത്തണം. ആയിക്കോട്ടെ. അത് കേൾക്കുമ്പോ എന്താവുന്ന, ഓ അയാളങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും ഇല്ലാതെ പറയും അല്ലേ? ഇതാണ് നമ്മുടെ മനുഷ്യരുടെ ഒരു മൈൻഡ്. ഈ രീതിയിൽ ഇതിനെ തിരിച്ചുവിടുകയാണ്. അത് ഞാൻ ആവർത്തിച്ച് പറയാണ്. ഇനി ADGP അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡറിൽ ഇരുത്തിയിട്ട് ഈ കേസുകൾ അന്വേഷിച്ചാൽ ഈ പറഞ്ഞതുപോലെ PV അൻവറിനെ കുരിക്കാൻ തന്നെയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ബഹുമാനപ്പെട്ടത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരോട് ഈ നാടിന് വേണ്ടി പറയണം, ഈ തെളിവുകൾ PV അൻവറിന്റെ കയ്യിലൊന്നുമല്ല. നാളെ PV അൻവറിന് എന്തെങ്കിലും സംഭവിച്ചാലും ഈ കേസ് അവസാനിക്കില്ല. അതിന് കൃത്യമായ സെറ്റപ്പുകൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നെ ഇല്ലായ്മ ചെയ്താലും ഈ തെളിവുകൾ ഇങ്ങനെ പല ഭാഗത്തും ഉണ്ടാകും. ആ സാധനം തിരിച്ചു വരും. ഇങ്ങനെയുണ്ട് ഒരു കളി. ഇതിനൊരു പരിധിയില്ലേ? എല്ലാ പരിധിയും ലംഘിച്ചിട്ടുണ്ട്. എല്ലാ പരിധിയും ഈ അജിത് കുമാറും സംഘവും. ഇതിൽ തന്നെ ഇനി വലിയ മീനുകളുണ്ട്. ഒട്ടനവധി ചെറിയ മീനുകളുണ്ട്. അപ്പോ ഇനി വരുന്നത് ഇതിലേറെ പ്രമാദമായ വിഷയത്തിലേക്കാണ്. ഫോണിന്റെ ഇന്റർസെപ്ഷനുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ടുള്ള മറ്റൊരു വിഷയം. 2 ദിവസമായിട്ട് ബഹുമാനപ്പെട്ട IGക്ക് കൊടുത്ത മൊഴിയിൽ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി കൊടുത്ത പരാതിപ്പെടാത്ത കാര്യത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ മാവോയിസ്റ്റുമായി ബന്ധപ്പെട്ട UAPA ചുമത്തുന്ന രാജ്യദ്രോഹ കുറ്റം അന്വേഷിക്കുന്ന ഏജൻസികൾക്ക് ഇത്തരത്തിലുള്ള ഫോണ്, ഇന്റർനെറ്റ്, ഇമെയിലുകൾ, ടെലിഗ്രാമുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാതും പരിമിതമായ ഉദ്യോഗസ്ഥരുടെ പെർമിഷനോട് കൂടിയിട്ട് ഇത് ചോർത്തിയെടുക്കാൻ ലീഗലായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അതിൽ മാവോയിസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർക്ക് നല്ല റൈറ്റ് ഉണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ മാവോയിസ്റ്റ് മേഖലയിലുള്ള SP-മാർക്ക് ഈ സംവിധാനത്തോട് ഇന്ന ആളുകളുടെ ഫോൺ ചോർത്താൻ ആവശ്യപ്പെടാം. അപ്പൊ അതില് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത് ചെറിയ തെറ്റുകളുണ്ട് അതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ. ഇവിടെ ഒരു ATS സംവിധാനം, ആന്റി ടെററിസ്റ്റ്, അതിന്റെ കീഴിലാണ് മാവോയിസ്റ്റ് വരുന്നത്. അത് സെൻട്രലിൽ ചെറിയൊരു ഒബ്സർവേഷനുള്ള ഏരിയയാണ്. അതിന്റെ 2 കേന്ദ്രമേ ഉള്ളൂ. കോഴിക്കോട്, വയനാട് എന്നൊക്കെ പറയുന്നത് അവിടെ നിന്ന് കേന്ദ്രങ്ങളില്ല. 1 എറണാകുളമാണ്, 2 നമ്മുടെ അരീക്കോട് പഴയ MSP ക്യാമ്പ്. ഇന്ന് MSP-ക്കാർ അവിടെ ഇല്ല. അവിടെ ഉള്ളത് ഈ പറയുന്ന ATSന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പാണ്, SGO. അവിടെയാണ് ഈ ഇന്റർസെപ്ഷൻ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അത് ഒരാളുമായി ബന്ധമില്ലാതെ MSP ഗ്രൗണ്ടിന്റെ ഒരു മൂലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലപ്പുറം SP സുജിത് ദാസ് അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള
ഈ ഇന്റർസെപ്ഷൻ മെഷീനുകൾ അവിടെ സ്ഥാപിച്ച അന്ന് തൊട്ട് ഞാൻ ഈ പറയുന്ന ഈ നിമിഷം വരെ 3 ആളുകളാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. ആ 3 ആളുകൾക്ക് വലിയൊരു മാറ്റം വന്നിട്ടില്ല. ആരെ ഫോണും ചോർത്താണ്. കോടികൾ മുടക്കിയ ATSന്റെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. അപ്പൊ ഇത് ഈ വാർത്തകൾ പുറത്തു വന്നപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ ഫോണ് ചോർത്തുന്നുണ്ടെന്ന് പറയുമ്പോൾ പലരും എന്നെ എന്റെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള ആളുകൾ വിളിച്ചു ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ പറയുന്നതിന് ഒരു പരിധി വന്നിട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ല രീതിയിൽ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ചിരിക്കും. അപ്പോ എനിക്ക് ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വിവരം കിട്ടുന്നത്. ദുബായിലെ ഈ കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട ഒരു ടീമില് ഈ കാരിയർമാരുമായി ബന്ധപ്പെട്ട് ഈ സ്വർണം പൊട്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്. കസ്റ്റംസിനെ വെട്ടിച്ച് പുറത്തുവരുന്ന സ്വർണം ഈ ഗ്രൂപ്പ് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി ഇതൊരു കേസ് ബുക്ക് ചെയ്തിട്ടില്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഒന്നായിട്ട് വിഴുങ്ങുന്ന കേസാണ് പറയുന്നത് കേട്ടോ. കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ട് ഇവനെ ആദ്യം നന്നായി ഒന്ന് ഒതുക്കും. അങ്ങനെയാണല്ലോ ജയിലിലേക്ക് ഒരു പ്രതികരണം ഇപ്പൊ